ഹലോ, ബികോമിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്റർ മുഴുവൻ കവർ ചെയ്യില്ല, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ഫോർമാറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് ആയതുകൊണ്ട്, ഫോർമാറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ഫോർമാറ്റ് അതിനനുസരിച്ചാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരാനും അതിൽ ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനും ഉണ്ടായ സാഹചര്യം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തിയറി കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് വന്നിട്ടുള്ള തിയറികൾ നമ്മൾ സംസാരിച്ചതാണ് വാട്സപ്പിൽ. അപ്പോൾ ഇനി അതിൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. ഫോർമാറ്റ് എന്ന് പറയുമ്പം ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇതുവരെ നമ്മൾ കണ്ടത് ടി ഷേപ്പ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇനി നമ്മൾ വെർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റാണ്. ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ രീതി നോക്കാം. ഫസ്റ്റ് എപ്പോഴും നമ്മൾ എഴുതുന്ന പോലെ കമ്പനിയുടെ നെയിം എഴുതുക, അതുപോലെ ബാലൻസ് ഷീറ്റ് ആസറ്റ് ഇനി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആസ് അറ്റാണ്, ആസ് ഓണല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒക്കെ ആസ് ഓണാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ ആസ് അറ്റ് എന്ന് തന്നെയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, അതൊരു മാറ്റമാണ്. അതങ്ങനെ കൃത്യമായിട്ട് എഴുതുക. പിന്നെ പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, കറണ്ട് ഇയർ എൻഡിലുള്ള ഫിഗർ, മുമ്പത്തെ പ്രീവിയസ് വർഷത്തെ ഇയറിലുള്ള എൻഡിലുള്ള എമൗണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഡാറ്റ എഴുതേണ്ടത്. നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിൽ ഓരോ ഐറ്റം എഴുതുമ്പോഴും ആ ഓരോ ഐറ്റം സ്പെസിഫിക്കലി ഡീറ്റെയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ നമ്മൾ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പുറത്തായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. റീകൺസിലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട നോട്ടുകളാണ്. നോട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഉള്ള നോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇതിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അസറ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അസറ്റിൻ്റെ ടോട്ടൽ കാണുക. അതിനുശേഷം പിന്നെ ഇക്വിറ്റി, അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി കാണുക. ആദ്യം ഇക്വിറ്റി പിന്നെ ലയബിലിറ്റി, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ആ ഫോർമാറ്റിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് പോവാം. ഫസ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞ റോമൻ ലെറ്റർ 1 നമ്മൾ എന്ത് ചെയ്തു, അസറ്റ്സ് എന്ന് എഴുതി. അതിനുശേഷം അതിന് നേരെ താഴെ സാധാ 1 എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നോൺ കറൻറ്റ് അസറ്റിനെ നമ്മൾ നോൺ കറൻറ്റ് അസറ്റ്, ഈ അസറ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്പെസിഫിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ്വില്ല്, അതർ ടാഞ്ചിബിൾ അസറ്റ്സ്, ഇതൊക്കെ ഓരോ ഐറ്റം ഞാൻ സ്പെസിഫിക്കലി വേറെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു പോവാത്തത്. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റ് എഴുതിയിട്ട് നമ്മൾ ഒരു വര വരച്ചിട്ട് താഴെ എന്ത് ചെയ്യുക, ABCDEFGH എന്നുള്ള രീതിയിൽ എഴുതേണ്ടതാണ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എഴുതാനില്ല എന്ന് കൂട്ടാം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് എഴുതേണ്ടതില്ല. ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ABCD എഴുതേണ്ടത്. ഇൻ കേസ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഉണ്ട്, പിന്നുള്ളത് ഗുഡ്വില്ലാണെങ്കിൽ B നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്വില്ലാക്കാം. പക്ഷേ നമുക്ക് അസറ്റ് എന്ന് നമ്മൾ റോമൻ ലെറ്റർ എഴുതിയതും നോൺ കറൻറ്റ് അസറ്റ് എന്ന് 1 എഴുതിയതും അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ ഓപ്ഷനില്ല. പിന്നെ അതിന് താഴെ വരുന്ന ABCD നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓർഡറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ABCDEF കഴിഞ്ഞു. F ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ഗുഡ്വില്ലൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ പാറ്റൻറ്റ് പോലത്തെ, അത് നമ്മൾ അണ്ടർ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വർക്കിലാണ്. അതുപോലെ ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറർ പ്ലാന്റ്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യേണ്ടത്, വിശദീകരിക്കേണ്ടത്. ബിയറർ പ്ലാന്റ് എന്ത്, ബയോളജിക്കൽ അസറ്റ് എന്ത്, ബിയറർ പ്ലാന്റ് എങ്ങനെ ബയോളജിക്കൽ അസറ്റ്സ് ഡിഫറൻഷിയേറ്റ് വരുന്നത് എന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ ആവശ്യമില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഏരിയയിൽ പറയേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ അസറ്റ്സ് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റെസീവബിൾ, ക്യാഷ് ഈക്വലൻറ്റും ഒക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്, മറ്റുള്ള കമ്പനികളിലൊക്കെ നമ്മൾ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സാധനങ്ങളാണ്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ലോൺസുകൾ ഉണ്ടാവും. ലോൺസ് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ലോണുകളാണ്. അതുപോലെ അതേഴ്സ്, എന്തെങ്കിലും അതർ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്പെസിഫിക്കലി കൊടുക്കണം. അതെന്താണെന്നുള്ളത് പറയാം. ബാങ്കിൽ 12 മാസത്തിൽ കൂടുതൽ ഒക്കെ വരുന്ന എന്തെങ്കിലും ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ അതേഴ്സിൽ കാര്യമായിട്ട് എഴുതാറുള്ളത്. ഓക്കെ.
പിന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഇങ്ങനെ ഒരു പുതിയൊരു ടേം ആയിരിക്കാം ഒരു പക്ഷേ. ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്നുള്ളത് നമുക്ക് പറയാം, ജസ്റ്റ് എന്നാലും ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അനുസരിച്ച് ടാക്സും പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ടാക്സും തമ്മിലുള്ള ഒരു ടൈമിംഗ് ഡിഫറൻസിൻ്റെ കാരണത്താൽ ടാക്സിൻ്റെ എമൗണ്ടിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ ചില കേസുകളിൽ അസറ്റുകൾക്ക് ചിലപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ 100% ഡിഡക്ഷൻ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ എന്നാലോ നമ്മുടെ ഇതനുസരിച്ചോ 100% ഡിഡക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ബുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, കൂടാം കുറയാം, ഇങ്ങനത്തെ കേസാണ്. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് കൂടുകയും ഇൻകം ടാക്സിൽ വരുന്ന പ്രോഫിറ്റ് കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാണ്, ടാക്സ് ലയബിലിറ്റി കുറയുക ചെയ്യുക. അപ്പോൾ പിന്നീട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. എന്താണ് ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് ആ കാലം കൊണ്ട് ആ ടാക്സിലേക്ക് നമ്മളെത്തും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ബുക്ക് പ്രോഫിറ്റ് കൂടുകയും ഇൻകം ടാക്സിൻ്റെ അനുസരിച്ചുള്ള പ്രോഫിറ്റ് കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിനെ നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം പിന്നീട് കൊടുക്കേണ്ട ടാക്സ് തന്നെയാണ്, കാലം കൊണ്ട് അത് കൊടുക്കേണ്ടി വരും. എന്നാൽ നേരെ മറിച്ച് ഇൻകം ടാക്സിലെ പ്രോഫിറ്റ് കൂടുകയും ബുക്ക് പ്രോഫിറ്റ് കുറയുകയും ചെയ്താൽ നമ്മൾ എക്സ്ട്രാ പ്രോഫിറ്റ് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ ലയബിലിറ്റി പ്രോഫിറ്റിൻ്റെ മേലാണ് ടാക്സ് കൊടുക്കുക, എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടി വരും ഈ ടൈമിംഗ് ഡിഫറൻസിൻ്റെ കാരണത്താൽ. പക്ഷേ ഈ എക്സ്ട്രാ ടാക്സ് പിന്നീട് കുറച്ച് കാലം കൊണ്ട് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ഡെഫേർഡ് ടാക്സ് എന്ന് വിളിക്കും, ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി. ഞാൻ ബാക്കി എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ വരും. അതർ നോൺ കറണ്ട് അസറ്റ്, ഇനി വേറെ എന്തെങ്കിലും നോൺ കറണ്ട് അസറ്റുകൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, അതിൽ ഇടാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു അസറ്റിൻ്റെ തന്നെ ഡീറ്റെയിൽ ആണ് നമ്മൾ എഴുതിയിരുന്നില്ല. അസറ്റ് അതിൽ ഫസ്റ്റ് നോൺ കറണ്ട് അസറ്റ് ആയിരുന്നു. ഇനി നമ്മളപ്പോൾ രണ്ടാമത്തത് എന്താണ്, കറണ്ട് അസറ്റാണ്. അസറ്റിന് 2 ബ്രേക്കപ്പ് ഉള്ളത്, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. നോൺ കറണ്ട് അസറ്റിൽ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് സ്റ്റോക്ക്, റോ മെറ്റീരിയൽ, WIP സ്റ്റേജിലുള്ള പ്രൊഡക്റ്റ്, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റെസീവബിൾ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസീവബിൾ ഒക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ്, അത് ക്യാഷ് തന്നെയാണ്, ക്യാഷ് ഈക്വലൻസ് ഒക്കെ. ഓക്കെ, അത് നമുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റെസീവബിൾ, ലോൺസ് ഒക്കെ. ഇതൊക്കെ മറ്റേത് നോൺ കറണ്ട് സ്റ്റേജിൽ മോർ ദാൻ 12 ഇയേഴ്സിൻ്റെ കേസ് വരുമ്പോൾ 12 മന്ത്സിൻ്റെ കേസ് വരുമ്പോഴുള്ള നോൺ കറണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റാണ്. ഇത് കറണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റാണ്. ഐറ്റംസ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ബാങ്ക് ആൻഡ് അതർ ദാൻ 3 above. ബാങ്ക് ബാലൻസ് ഉണ്ട്. ബാങ്ക് ബാലൻസിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം. ഈ മുകളിലുള്ള ക്യാഷ്, ട്രേഡ് റെസീവബിളും ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷും അല്ലാത്ത എന്ത് ചെയ്യാണ്, ബാങ്ക് അതർ ദാൻ 3 above ഇതാണ് വരുന്നത്. ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് നമ്പർ 3 ആണ്, ടൈപ്പ് ചെയ്ത് കൊടുത്ത് മിസ്റ്റേക്ക് വന്നത്. അപ്പം ബാങ്ക് ബാലൻസ് അതർ ദാൻ 3 above സാധാ ബാങ്ക് ബാലൻസുകൾ ആണ് ഉദ്ദേശിക്കുന്നത്. ലോൺസുകൾ വല്ലതുണ്ടെങ്കിൽ കറണ്ട് ലോൺസ്, നമ്മൾ കൊടുത്തിട്ടുള്ള ലോണാണ്. ബിസിനസ് ചിലപ്പം പിന്നെ ആർക്കെങ്കിലുമൊക്കെ ലോണായിട്ട് കൊടുത്തിട്ടുണ്ടാവും, എംപ്ലോയീസിനോ അങ്ങനെയൊക്കെ, അത്തരം ലോണുകൾ. അതർ മറ്റ് വല്ല ഇതും വരുന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതാനുള്ള. പിന്നെ അടുത്തത് നമ്മൾ ഇതുവരെ കറണ്ട് അസറ്റിൽ മെയിനായിട്ട് കാറ്റഗറി ചെയ്തതിന് ഇൻവെസ്റ്റ്മെൻറ്റ്, ബി ഫിനാൻഷ്യൽ അസറ്റ്, പിന്നെ അതിന് സബ് കാറ്റഗറി ആയിരുന്നു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ. ഇനി സി എന്താണ്, കറണ്ട് അസറ്റ്, കറണ്ട് ടാക്സ് അസറ്റ്. ഈ വർഷം എന്തെങ്കിലും ടാക്സിൻ്റെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ ടാക്സ്, ഡെഫേർഡ് ടാക്സ് അല്ല, ആദ്യത്തെ രീതിയിൽ വല്ല ടാക്സും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മളിപ്പോൾ ഈ വർഷത്തിന് അഡ്വാൻസ് ആയിട്ട് ടാക്സ് കൊടുക്കും, അങ്ങനത്തെ സന്ദർഭങ്ങളാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കറണ്ട് ടാക്സ് അസറ്റ്. ഇനി അതോ ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത നമ്മുടെ ഈ ടാക്സ് ഉണ്ടല്ലോ, ആ ടാക്സും നമ്മൾ പിന്നെ കൊടുത്ത ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്, ഇല്ലെങ്കിൽ വർഷത്തിൻ്റെ ഓരോ 3 മാസം കൂടുമ്പോഴും അഡ്വാൻസ് ടാക്സ് കൊടുക്കണം എന്നുള്ളൊരു രീതിയുണ്ട്. അതനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ടാക്സ് വരാം. അതർ കറണ്ട് അസറ്റ്, ഇനി വല്ല കറണ്ട് അസറ്റുകളും ഉണ്ടെങ്കിൽ അതും. ഇങ്ങനെ ടോട്ടൽ നമ്മളിപ്പോൾ തന്നിട്ടുള്ള അസറ്റിൻ്റെ ഡാറ്റകൾ മുഴുവൻ ടോട്ടൽ ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇനി നമ്മൾ നേരത്തെ 1 നിട്ടത് അസറ്റിനായിരുന്നു 1 നിട്ടിരുന്നത്, ഏത് റോമൻ ലെറ്റർ 1 ഇട്ടിരുന്നത്. ഇനി നമ്മൾ റോമൻ ലെറ്റർ 2 ഇടുന്നത് എന്തിനാണ്, നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിക്കാണ്. അതിൽ ഇക്വിറ്റിയാണ് നമ്മളെ റോമൻ ലെറ്റർ 2. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ്
ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ രീതിയിലുള്ള സാധനമാണ്. രണ്ടാമത്തത് ഇക്വിറ്റിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, അതർ ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ലയബിലിറ്റിനെ നമ്മൾ രണ്ട് രീതി കാറ്റഗറി ചെയ്യുന്നുണ്ട്, നോൺ കറന്റ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റി. അത് നോക്കാം. ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ലോൺസ് പോലത്തെ സാധനങ്ങളൊക്കെ, അതുപോലെ ബോറോയിങ്സ് ഉണ്ട്. പിന്നെ ട്രേഡ് പേയബിൾ കൊടുക്കാനുള്ളത്, അതന്നെ നോൺ കറന്റ് ആയിട്ടുള്ള ട്രേഡ് പേയബിൾ കേട്ടോ. കറന്റ് ആയിട്ടുള്ള ട്രേഡ് പേയബിൾ വേറെ വരും. പിന്നെ അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, കൊടുക്കണം. ഇനി പ്രൊവിഷൻസ്, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റി പറഞ്ഞാൽ ബി അല്ലാത്തത്, പ്രൊവിഷൻ പോലത്തതല്ലാത്തതാണ്. പ്രൊവിഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ പ്രൊവിഷൻസ് ആണ് പിന്നെ ബി പറയുന്നത്. പിന്നെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഇതിന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ബുക്ക് പ്രോഫിറ്റ് കൂടുകയും ഇൻകം ടാക്സ് പ്രോഫിറ്റ് കുറയുകയും ചെയ്യുമ്പം എന്ത് ചെയ്യും, നമുക്കത് ബുക്ക് പ്രോഫിറ്റ് കുറയുകയും ഇൻകം ടാക്സ് പ്രോഫിറ്റ് കൂടുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ആദ്യം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടാകും, ബുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും. ഇങ്ങനത്തെ സമയങ്ങളിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് കൂടുകയും ഇൻകം ടാക്സ് കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സ് കുറച്ചേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് ഇനി കൊടുക്കാൻ ബാധ്യത വരും. അങ്ങനെ ആകുമ്പം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്, ടൈമിംഗ് ഡിഫറൻസിന്റെ കാരണത്താൽ വരുന്നു. പിന്നെ അതർ നോൺ കറന്റ് ലയബിലിറ്റി, മറ്റു വല്ല നോൺ കറന്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് തന്നെ. പിന്നെ കറന്റ് ലയബിലിറ്റി ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്. അതിൽ 1, 2, 3 വരുന്നുണ്ട്, ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. പിന്നെ അതിൽ ബി ഫിനാൻഷ്യൽ ലയബിലിറ്റി കഴിഞ്ഞിട്ട് അത് ആയിരുന്നു. ഇനി ബി അതർ കറന്റ് ലയബിലിറ്റീസ്, അതിങ്ങനെ വരുന്നു. പിന്നെ പ്രൊവിഷൻസ്, കറന്റ് ടാക്സ് ലയബിലിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ. കറന്റ് ടാക്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ടാക്സിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആണ് ഐറ്റംസ്. ഇതിൽ നിങ്ങളുടെ ബുക്കിലുള്ള അസറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നത്, ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നത്. ലയബിലിറ്റി ഏകദേശമൊക്കെ അതേപോലെ തന്നെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലയബിലിറ്റീൻ്റെ ഡീറ്റെയിൽ നമ്മൾ വല്ലാതെ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അസറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ക്ലിയർ ആവും. പിന്നെ SDന്റെ ബുക്കിൽ, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ബുക്കിൽ ലയബിലിറ്റിൻ്റെ ഡീറ്റെയിൽ ക്ലാസിഫിക്കേഷന്, അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനും ഇല്ല, സിലബസിൽ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട്. വിനോദിൻ്റെ ബുക്കിലുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഏതായാലും ഐറ്റംസ് ഒരേപോലെ തന്നെയാണ് എന്നുള്ളതുകൊണ്ടും തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോൺ കറന്റ് അസറ്റ് എന്താന്ന് നോക്കാം. നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു അസറ്റും അതും ഒരു വർഷത്തേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, അങ്ങനത്തെ അസറ്റിനാണ് നോൺ കറന്റ് അസറ്റ്. മോർ ദാൻ 1 ഇയർ ഉപയോഗിക്കുന്നത്. അതായത് ഫിക്സഡ് അസറ്റ് പോലത്തെ സാധനങ്ങളൊക്കെയാണ്. ലോങ് ടൈം അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ടെക്നിക്കലി വിളിക്കുന്ന പേരെന്താണ്, നോൺ കറന്റ് അസറ്റ് ആണ്. ഇതെന്താണ്, നമ്മൾ മോർ ദാൻ 1 ഇയർ 12 മന്ത് അല്ലെങ്കിൽ ഓവർ എ ലോങ് പീരീഡ്, ഒരുപാട് കാലം ഉപയോഗിക്കുന്ന, അങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശമുള്ളത്, ഉപയോഗിച്ചോളണമെന്നില്ല. ചില മെഷീനറി വാങ്ങിയാൽ നമ്മുടെ ഉദ്ദേശം ഫസ്റ്റ് എന്താണ്, ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കണം, 10 കൊല്ലമൊക്കെ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റാ. ചില സാഹചര്യവശാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഫിക്സഡ് അസറ്റിന് ഒഴിവാക്കുകയൊന്നും ചെയ്യില്ല. ഇൻറ്റൻറ്റഡ് എന്നാണ് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ ഇത്തരം അസറ്റുകൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. ഈ നോൺ കറന്റ് അസറ്റിന്റെ ഓരോ ബ്രേക്കപ്പിൽ പെട്ടതായിരുന്നു പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. ഇത് നിങ്ങൾ പണ്ട് പഠിച്ച ഫിക്സഡ് അസറ്റുകൾ തന്നെയാണ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് ഇത് പേര് മാറി വന്നിട്ടുള്ളൂ. ഓക്കെ, അതിൽ വരുന്ന ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്, ഫർണിച്ചർ, ഫിക്ചേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്വിപ്മെന്റ്, ബിയറർ, പ്ലാന്റ്സ്, അതേഴ്സ്, ഇങ്ങനെ കാര്യങ്ങളാണുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയല്ലേ. ഇതാണ് ഫിക്സഡ് അസറ്റ് തന്നെയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് അസറ്റുകളൊക്കെ പിന്നെ ലീസിന് കൊടുത്തിട്ടുള്ള വല്ല അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം അസറ്റുകളെ സ്പെസിഫിക്കലി എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്ത് കാണിക്കണം എന്നാണ് എന്ത് ചെയ്യണത്, പറയുന്നത്. അല്ലാതെ ഇപ്പം മെഷീനറി തന്നെ ചിലപ്പോൾ ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലീസിന് കൊടുത്ത് സ്പെസിഫിക്കലി സെപ്പറേറ്റ് കാണിക്കണം. പിന്നെ അതുപോലെ നമ്മളിപ്പം സാധാരണ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, എന്താണ് മെഷീനറി ആണെങ്കിൽ മെഷീനറി ലെസ് ഡിപ്രീസിയേഷൻ, ആഡ് അഡീഷൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെയുള്ള റീകൺസിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എവിടെ എഴുതരുത്, അതൊന്നും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുപോയി എഴുതരുത്. അത് നമ്മൾ നോട്ട്സിൽ എഴുതിയാൽ മതി എന്നുള്ളതാണ് ഈ കാര്യം പറയുന്നത്. എന്തെങ്കിലും അഡീഷൻസും ഡിസ്പോഷലും ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നാണ്ട് എല്ലാം കൂടെ എഴുതണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റിന്റെ ഏരിയയിൽ എഴുതിയാൽ മതി.
അടുത്തതായിട്ട് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്. ഇതൊന്നുമില്ല, നമ്മളെന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടാവില്ലേ, ബിൽഡിംഗ് ഒക്കെ, അത്തരം ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിലുള്ളതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാനുള്ളതാണ്. ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഓൺ അക്വയറിംഗ് ഓർ കൺസ്ട്രക്ടിങ് ടാഞ്ചിബിൾ അസറ്റ് ആർ നോട്ട് യെറ്റ് റെഡി ഫോർ ഇൻറ്റൻറ്റഡ് യൂസ്. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ടല്ലേ ഉപയോഗിക്കുക. അതുപോലെ മെഷീനറി ചിലപ്പോൾ ചില മെഷീനറികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും, അപ്പോൾ കറക്റ്റ് അതിൻ്റെ രൂപത്തിലായിട്ടുണ്ടാവിക്കൊള്ളണമെന്നില്ല, അതിൻ്റെതായ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ ഇൻറ്റൻറ്റഡ് യൂസ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഒരു മെഷീനറി വാങ്ങാൻ വേണ്ടി ആർക്കെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെൻ്റൽ ഇൻകം ആയിട്ട് കിട്ടും. റെൻ്റൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്, ലാൻഡിനൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ബിസിനസ് എന്ത് ചെയ്യണത്, ആ ഒരു മെഷീനറി അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങോ ലാൻഡോ ഉപയോഗിക്കണേ. നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിന് കുറച്ച് എന്തുണ്ട്, ഇപ്പോൾ ഉദാഹരണം ഹോസ്പിറ്റലിൻ്റെ ഒക്കെ കേസ് എടുക്കുക. ഹോസ്പിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ബിൽഡിംഗ് ഇട്ട് കൊടുക്കും ക്യാൻറ്റീൻ പോലത്തതിന് വേണ്ടിയിട്ട്. അത്തരം സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് കിട്ടുന്ന അത് നമ്മൾ ഒരിക്കലും എന്തല്ല നമ്മുടെ ഉപയോഗത്തിനല്ല, അതെന്താണ് റെൻറ്റിന് നമ്മൾ കൊടുക്കുക ചെയ്യുക. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അതുപോലെ ബിസിനസ്സുകൾക്കും ചിലപ്പോൾ എന്തുണ്ടാവാം, മെയിനായിട്ട് ഇത്തരം ബിൽഡിങ്ങുകൾ ഉണ്ടാവാം, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണ്. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അങ്ങനത്തെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുക. ഇനി അതല്ല, ചില ബിൽഡിങ്ങോ ലാൻഡോ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും, വെറുതെ വാങ്ങിയിട്ടതാണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വിൽക്കാം എന്നുള്ള രീതിയിൽ ചുളു വിലക്ക് കുറച്ച് ലാൻഡ് കിട്ടിയ ബിൽഡിംഗ് കമ്പനീൻ്റെ പേരിൽ വാങ്ങിയിടുക, എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് അപ്രീസിയേഷൻ കിട്ടും എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, അത് വിൽക്കാൻ ഉദ്ദേശിക്കുക. ഇങ്ങനത്തേനും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പോസൽ, അക്വിസിഷൻ, അതുപോലെ ഡിപ്രീസിയേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യാണ്, റീകൺസിൽ ചെയ്തിട്ട് ഗ്രോസ് എമൗണ്ട് നെറ്റ് എമൗണ്ടുള്ള റീകൺസിലേഷനൊക്കെ നമ്മൾ എവിടെ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് ചെയ്യേണ്ടത്, അല്ലാതെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കൂടെ എഴുതി തള്ളരുത് എന്നുള്ളതാണ്. ഓക്കെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് കൂടുതൽ ഈ ഫോർമാറ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാം, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ വ്യക്തമായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ തിയറി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഗുഡ്വില്ല് എന്ന് പറയുമ്പോൾ സൽപ്പേര് എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥാപനത്തിന് എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി മെഷേർഡ് ഇൻ പിന്നെ മോണിറ്ററി ടേംസ് ആണ് നമ്മളെപ്പോഴും പറയാറ്. എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. അതെന്താ, നമ്മളിപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ ബിസിനസ് ചെയ്യാണ്, പക്ഷെ നമുക്ക് എക്സ്ട്രാ വിൽപ്പനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്, നമ്മുടെ ഗുഡ്വില്ലും കപ്പാസിറ്റി ഉണ്ടോ. അങ്ങനെയൊക്കെ രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും അതിനെ ഡിഫൈൻ ചെയ്യൽ. എന്തായാലും ഗുഡ്വില്ലിന് നമ്മൾ എന്ത് ചെയ്യും, അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യേണ്ടത്, അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുക, കാണിക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റീകൺസിലേഷനും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം. അതായത് ഗുഡ്വിൽ അഡീഷന് ബിഗിനിങ്ങിൽ എന്തുണ്ട്, എൻഡിൽ എന്താണ്, അതിൽ നമ്മൾ ഇമ്പയർമെൻറ്റ്, അതായത് ഡിപ്രീസിയേഷൻ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇമ്പയർമെൻറ്റ് ഡിസ്പോസലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ റീകൺസിൽ ചെയ്തിട്ട് എവിടെ എഴുതേണ്ടത്, നോട്ട്സ് ടു അക്കൗണ്ട്സിൽ, നേരെ നോട്ട്സിലാണ് ഇതൊക്കെ എഴുതേണ്ടത്, ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവന്ന് എഴുതരുത് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ബ്രാൻഡ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മാസ്റ്റർ ഹെഡ്, പബ്ലിഷിംഗ് ടൈറ്റിൽ, മൈനിങ് റൈറ്റ്, കോപ്പി റൈറ്റ്, പാറ്റൻറ്റ്, ലൈസൻസ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെസിപ്പീസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ, ലൈസൻസ്, ഫ്രാഞ്ചൈസി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും തരത്തിലുള്ള ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് അതിൻ്റെ പാറ്റൻറ്റ് കിട്ടുള്ളൂ, ലൈസൻസ് കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു അണ്ടർ ഡെവലപ്മെൻറ്റിലുള്ള ഇൻറ്റാഞ്ചിബിൾ അസറ്റായിട്ട് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ടർ ഡെവലപ്മെൻറ്റിൽ ഇടരുത്. അങ്ങനെ ആകുമ്പോൾ നേരെ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യണം, അതിനെ കൊണ്ടുപോകണം. ഇനിയുള്ളത് ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറർ പ്ലാന്റ് ആണ്. ബയോളജിക്കൽ അസറ്റ്സ്
അതർ ദാൻ ബിയറർ പ്ലാന്റ് എന്ന് പറയുമ്പം എന്താ ബയോളജിക്കൽ അസറ്റ്സ് എന്ന് നോക്കാം. ലൈവിങ് ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റിനൊക്കെയാണ് നമ്മൾ ബയോളജിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ലിവിങ് ആനിമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോത്ത്, കാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ. അതുപോലെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ മരം കാര്യങ്ങളൊക്കെ. അതിൽ ബയോളജിക്കൽ അസറ്റും ബിയറർ അതർ ദാൻ ബിയറർ പ്ലാന്റ് എന്ന് പറയുന്നത്, ബയോളജിക്കൽ അസറ്റ്സ് നിന്ന് എങ്ങനെയാണ് ബിയറർ പ്ലാന്റ് മാറുന്നതെന്ന് നോക്കാം. ഞാൻ 2 ടൈപ്പ് മരങ്ങളെ പറ്റി പറയാം. ഒന്നാമത്തേത് മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാലം നമ്മൾ ഒരുപാട് കാലം ആ മാവിനെ കൊണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ മാവിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അല്ലാതെ ആ മാവിനല്ല നമ്മൾ കാര്യമായിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ വർഷം നമ്മൾ അതിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാനൊരു വാഴൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാഴയുടെ കേസ് എന്താണ്, നമ്മൾ ഒരു വർഷം ഒരു വാഴ അതിൽ പഴം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഴയെ വെട്ടി ഒഴിവാക്കുക ചെയ്യുക. കാരണം ഇനി അതിൽ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ കേസ് എടുക്കുക. ഒന്നാമത്തതാണ് ബിയറർ പ്ലാന്റ് എന്ന് പറയുന്നത്. എന്താണ്, മാവിൻ്റെ കേസ്. നമ്മൾ അതിലൂടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിലല്ല കൊണ്ടുവരുന്നത്. അത് വേറെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നടത്തുന്നത്. ബിയറർ പ്ലാന്റ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ ബിയറർ പ്ലാന്റിന് വേറെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അത് നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. ഇവിടെ ബിയറർ പ്ലാന്റ് എന്ന് എഴുതാൻ പറ്റില്ല. എന്നാൽ വാഴയുടെ കേസിൽ നമ്മൾ അത് എന്താ ചെയ്യുക, ബയോളജിക്കൽ അസറ്റ് ആയിട്ടാണ് പറയുക. അത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത്തരം അസറ്റുകളെ രണ്ടും, ബിയറർ പ്ലാന്റും ബയോളജിക്കൽ അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എക്സാം ഓറിയൻറ്റഡ് അല്ല, നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റ് എന്നുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളതിൽ എക്സാമ്പിൾസ്, ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾസിൽ പലതിലും എനിക്ക് ചെറിയ എന്തുണ്ട്, ഒരു ആശങ്ക ഉണ്ട്. അതിൽ ഏതായാലും ബുക്കിൽ തന്നു എന്നുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടതാണ്, ഓക്കെ പറഞ്ഞതാണ്, ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ്. അതിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഷീപ്പ്, അത് ട്രീസ് ഇൻ എ ടിമ്പർ, അതുപോലെ പ്ലാന്റേഷൻ, ഡയറി കാറ്റിൽസ്, ലൈവ് ആനിമൽസിനുള്ളതാണ്, കോട്ടൺ പ്ലാന്റ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഷുഗർ കെയിന്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ബയോളജിക്കൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് ഒഴിവാക്കുന്നതാണ് ബയോളജിക്കൽ അസറ്റ്സ്. ബിയറർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കും. ഇപ്പോൾ ഈ തെങ്ങൊക്കെ അതിനൊരു ഉദാഹരണമാണ് ബിയറർ പ്ലാന്റിന്. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇക്വിറ്റി, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ്. അതായത് ഇക്വിറ്റി, ഷെയർ, സാധനങ്ങളൊക്കെ ഉള്ളതാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ അത് പിന്നെ 12 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാണ്. ഇതിൽ ഒരു കാര്യം, ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ എന്താണ്, ക്യാഷ്, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഇക്വിറ്റി, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. മറ്റുള്ള സ്ഥാപനങ്ങളുടെ എന്താണ് ഡെപ്റ്റ്, ഇക്വിറ്റി സാധനങ്ങളൊക്കെ ഫിനാൻഷ്യൽ അസറ്റ്. ഇനി എന്താണ് നോൺ കറൻറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെന്താണ്, നമ്മൾ 12 മാസത്തിൽ താഴെയായിട്ട് ഉപയോഗിക്കണ, പിന്നെ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന 12 മാസത്തിൽ കൂടുതൽ ഹെൽഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർ, അതായത് നമ്മളിപ്പം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡെപ്റ്റ്, ഡിബെഞ്ചർ, ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾ ഉണ്ട്. നമുക്ക് 12 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് റിസീവബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്രെഡിറ്റേഴ്സ് തന്നെ അതിൽ തന്നെ കുറച്ച് ടൈം അധികം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എമൗണ്ട് കിട്ടാൻ സാധ്യത ഇല്ലാത്ത എമൗണ്ടുകളാണ് നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സെക്യൂർഡ്, അതുപോലെ അൺസെക്യൂർഡ്, ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ഇനിയുള്ളത് നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് തന്നെ. അതിൻ്റെ പിന്നെ അതുപോലെ നമ്മൾ ബാഡ് ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം, അതിൻ്റെ ഹെഡുകളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ ഡെപ്റ്റ് ഡ്യൂ ബൈ ഡയറക്ടേഴ്സ്, അതായത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന് എന്ത് ചെയ്യണം, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിൽ കാണിക്കണം. റിലേറ്റഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഡയറക്ടേഴ്സ്, ഓണേഴ്സൊക്കെ ഡെപ്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മളെടുത്തുനിന്ന് എടുത്തു പോയിട്ടുണ്ട്. അത്തരം എമൗണ്ടുകൾ ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ടുകളാണല്ലോ, അത്തരം എമൗണ്ടുകളെ സെപ്പറേറ്റ് കാണിക്കണം എന്നുള്ളതാണ്. നോൺ കറൻറ്റ് ലോണുകളുണ്ടാവും, 12 മാസത്തിനപ്പുറത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള
ലോണുകൾ. ഇതിന് നമ്മൾ സെക്യൂർഡ് ഡെപ്പോസിറ്റ്, ലോണ് ടു റിലേറ്റഡ് പാർട്ടീസ്, അത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ലോണായിട്ടുള്ളത് ലോണായിട്ട് തന്നെ എന്ത് ചെയ്യണം, കാണിക്കണം. ട്രേഡ് റെസീവബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിറ്റതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു വർഷം കഴിഞ്ഞിട്ട് എമൗണ്ട് കിട്ടും എന്നുള്ളതാണ്. മോർ ദാൻ 12 മന്ത്സ് കഴിഞ്ഞതിന് ശേഷം എമൗണ്ട് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം എമൗണ്ടുകളെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോൺ കറൻറ്റ് ട്രേഡ് റെസീവബിൾ എന്ന് പറയുക. ഇത് സെപ്പറേറ്റ് ലോണാണ്, ലോണിനെയാണ് നമ്മൾ സെക്യൂർഡ്, അതുപോലെ റിലേറ്റഡ് പാർട്ടി, അതർ ലോൺസ് എന്ന് സ്പെസിഫിക്കലി എന്ത് ചെയ്യണം, ബ്രേക്കപ്പിൽ കാണിക്കണം നോട്ട്സുകളിൽ. പിന്നെ നോൺ കറൻറ്റ് ലോൺസിൻ്റെ കാര്യം തന്നെ ഏതാണ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, സെക്യൂർഡ്, അൺസെക്യൂർഡ്, ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സ്പെസിഫിക്കലി കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇതും ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് ഇതിൽ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, ഉപയോഗിക്കാറ്. നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശം, ബാങ്കിൽ നമ്മൾ 12 മാസം കഴിഞ്ഞിട്ടൊക്കെ FD ഇടൂലേ, ഇത്ര കാലത്തേക്ക് FD ഇടുന്ന അങ്ങനത്തെ FD, 12 മാസത്തിനപ്പുറത്തേക്കുള്ള വല്ല FD ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ഡെപ്പോസിറ്റുകളാണ് നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റായിട്ട് പരിഗണിക്കുക. ഇനി ഡെഫേർഡ് ടാക്സ്, ഞാൻ നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച ടൈമിംഗ് ഡിഫറൻസിൻ്റെ പേരിൽ വരുന്നതാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ടൈമിംഗ് ഡിഫറൻസിൻ്റെ കാരണത്താൽ ഹയർ ടാക്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പേ ചെയ്യാം, ഹയർ ടാക്സ് പേ ചെയ്യാൻ ഇൻകം ടാക്സ് ലയബിലിറ്റി അനുസരിച്ച് പ്രോഫിറ്റ് കൂടുമ്പോൾ ഹയർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ബുക്ക് പ്രോഫിറ്റ് കുറവും ഇൻകം ടാക്സ് ഇത് കൂടുതലും ആകുമ്പോൾ, ടാക്സ് പ്രോഫിറ്റ് കൂടുതലും ആകുമ്പോൾ നമ്മൾ ഈ വർഷം കുറച്ചധികം പേ ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, അത് സെറ്റായി വരും. അതാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇതിന് നേരെ ഓപ്പോസിറ്റും. ഇനി അതർ നോൺ കറൻറ്റ് അസറ്റിൽ ക്യാപിറ്റൽ അഡ്വാൻസ് ഉണ്ട്, അഡ്വാൻസ്, അതുപോലെ സെക്യൂരിറ്റി, നമ്മൾ അഡ്വാൻസ് കോൾസിന് അഡ്വാൻസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതുപോലെ അഡ്വാൻസ് ടു റിലേറ്റഡ് പാർട്ടിക്ക് ക്യാപിറ്റൽ അഡ്വാൻസ് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നതാണ്, അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതല്ല. അതുപോലെ അഡ്വാൻസ് ടു റിലേറ്റഡ് പാർട്ടീസ്, പിന്നെ അതായത് ഡയറക്ടേഴ്സിനെ പോലെ ഉള്ള ആളുകൾക്ക് അഡ്വാൻസ് കൊടുത്തതൊക്കെയാണ് ആ ഒരു കാണുന്നത്. പിന്നെ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഇതുപോലത്തെ കാര്യങ്ങളാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. നമ്മൾ കറണ്ട് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഇൻവെൻറ്ററീസ്. 12 മാസം കൊണ്ട് നമ്മളതിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയും 12 മാസം കൊണ്ട്, അല്ലെങ്കിൽ ക്യാഷാക്കി മാറ്റാൻ ഉദ്ദേശമുണ്ട് 12 മാസം കൊണ്ട്. ഓക്കെ. ഇനി ഇൻവെൻറ്ററീസ്, അതിൽ ഒന്നാണ് ഇൻവെൻറ്ററീസ്. അത് നമ്മളെ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല. നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു പേനയാണ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഫില്ല്, അതിൻ്റെ നിബ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, അതിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ട് പറയാം. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 24 മണിക്കൂറും കമ്പനി ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല. അങ്ങനെ മാർച്ച് 31 എത്തുമ്പം ചില കാര്യങ്ങൾ ചെയ്തിട്ട് വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ കംപ്ലീറ്റ് ആവാത്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുക. അത്തരം സ്റ്റോക്കുകളാണ് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുക. അപ്പം അങ്ങനത്തേനെ നമ്മൾ സെപ്പറേറ്റ് റോ മെറ്റീരിയലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ റോ മെറ്റീരിയൽ സ്റ്റേജിൽ നിന്ന് വിട്ടിട്ടുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് സെറ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനത്തേനെയാണ് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുക. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, പിന്നെ സ്റ്റോക്കിംഗ് ട്രേഡ്. അത് സ്റ്റോക്കിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കായിട്ട് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കിംഗ് ട്രേഡ് തന്നെയാണ് സാധാ എമൗണ്ട്. ഓക്കെ. പിന്നെ ഇതെന്താ സംഭവം, രണ്ട് ഫിനിഷ്ഡ് ഗുഡ്സും സ്റ്റോക്കിംഗ് ട്രേഡും തമ്മിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കേസിലാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുക. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് വിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഓൾറെഡി വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റോക്കിംഗ് ട്രേഡ് എന്നാണ് പറയുക. മാനുഫാക്ചർ ചെയ്യുന്ന കേസിലാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുക. സ്റ്റോർസ് ആൻഡ് സ്പെയറുകളൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും മെഷീനറിൻ്റെ സ്പെയറിനൊക്കെ നമ്മൾ പിന്നെ നെറ്റ്, ടൂൾസ്, സാധനങ്ങളൊക്കെ അതിനൊന്നും നമ്മൾ മെഷീനറി ആയിട്ട് കൂട്ടാറില്ല. സാധാരണ അതിൻ്റെ സ്പെയറായിട്ടാണ് കൂട്ടാറുള്ളത്. പിന്നെ ലൂസ് ടൂൾസ്, ഇതന്നെ ടൂൾസുകൾ, ഇത്തരം സാധനങ്ങൾ. പിന്നെ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റുകൾ ഉണ്ടാവും. കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ് പിന്നെ ക്യാഷ്, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റൊക്കെയാണ്. ചെറിയ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ചെറിയ രീതിയിൽ, അതായത് നമ്മൾ പെട്ടെന്ന് വിൽക്കാൻ ഉദ്ദേശിച്ച് വാങ്ങുന്ന ഇക്വിറ്റി ഷെയറുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ വാങ്ങണേ, അത്തരം ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുന്നത്. അപ്പോൾ അതിന് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റിൽ നമ്മളതിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ്. അതിൽ എന്താണ്, ബാങ്ക് ബാലൻസ് വരും, അതുപോലെ ചെക്കുകൾ വരും, DDകൾ വരും, അതുപോലെ ഒക്കെ നമ്മുടെ കയ്യിലുള്ള കേട്ടോ. ചെക്ക് കളക്ഷന് കൊടുത്ത് ചെക്കൊന്നുമല്ല, പ്രോമിസറി നോട്ടുകളൊക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരും. പിന്നെ ക്യാഷ് ഓൺ ഹാൻഡ് ഉണ്ടാവും, അതുപോലെ അതേഴ്സ് കാര്യമായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ
കറണ്ട് ടാക്സ് അസറ്റ് ചിലപ്പോൾ ഈ വർഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഡ്വാൻസ് ടാക്സ് ഓരോ വർഷം അഡ്വാൻസ് ആയിട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാർച്ച് 31 ശേഷമാണ് ടാക്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഓരോ ക്വാർട്ടറിലും നമ്മൾ കുറച്ച് എന്ത് ചെയ്യും ടാക്സ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. ഇങ്ങനത്തെ സന്ദർഭങ്ങളാണ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ടാക്സ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഈ ഒരു വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ വിടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു 3-4 പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പം ഇനി ലയബിലിറ്റി സൈഡിലും ഇതേ ഐറ്റംസ് തന്നെയാണ്. പിന്നെ SD ടെക്സ്റ്റിലും ഒന്നും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊന്നും തരാത്തതുകൊണ്ട് ആണ് എന്ത് ചെയ്യാത്തത്, അത് പറഞ്ഞു പോവാത്തത്. ഞാൻ നേരത്തെ വിശദീകരിച്ചപ്പോൾ ലയബിലിറ്റി സൈഡ് എത്തിയപ്പം ഓരോ ഐറ്റംസും വിശദീകരിച്ചിരുന്നു. ഏകദേശം ഇതേ ഐറ്റംസ് തന്നെ, ബോറോയിങ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് അത് ഇനി ഞാൻ എന്ത് ചെയ്യില്ല, വിശദീകരിക്കൂല. കാരണം സിലബസിൽ സിലബസിൽ അത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ വെറുതെ ഇങ്ങനെ തിയറി കൂടുതൽ പോകണ്ട എന്നുള്ളതായിരിക്കും. പിന്നെ നമുക്ക് അത്തരം എക്സ്ട്രാ വിശദീകരണങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത്. ഓക്കെ, എന്നാൽ തൽക്കാലം ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം.